സൈനികനാവുക എന്നുള്ളത് പലരുടെയും ജീവിത ലക്ഷ്യമാണ്. അങ്ങനെയുള്ളവരുടെ മനസ്സ് നിറയെ അടങ്ങാത്തൊരു മോഹവും ആഗ്രഹവും ഒക്കെയാകും അത്. അത്തരത്തിൽ ചീമേനിയിലെ മധുവിന്റെ അഭിലാഷവും സൈനികനായി രാജ്യത്തെ സേവിക്കുക എന്നതായിരുന്നു. അതിനായി പലതവണ റിക്രൂട്ട്മെന്റ് ക്യാമ്പുകൾ പങ്കെടുത്തെങ്കിലും ശാരീരിക ക്ഷമതാ പരീക്ഷ എന്ന കടമ്പയിൽ തട്ടി അത് പൊലിയുകയായിരുന്നു. പിന്നീട് ജീവിത വഴിയിൽ ചീമേനിയിലെ സഹകരണ ബാങ്കിന്റെ മാനേജറായി. എന്നാൽ സൈന്യത്തോടുള്ള സ്നേഹം മനസ്സിൽ തന്നെ സൂക്ഷിച്ചു. ഒടുവിൽ സ്വന്തം വീട്ടിൽ തന്നെ അതിനൊരു സാക്ഷാത്കാരം ഒരുക്കി. ഒരു വാർ മ്യൂസിയം. കര, വ്യോമ, നാവിക സേനകളുമായി ബന്ധപ്പെട്ട ശേഖരങ്ങളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് ചെറുപ്പം മുതലേ എനിക്കൊരു മിലിറ്ററിക്കാരനാവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ. ആ ഒരു ആഗ്രഹം ഇന്നുവരെ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. പല ആർമിയിൽ ചേരാൻ വേണ്ടി പല റിക്രൂട്ട്മെന്റിൽ പങ്കെടുത്തു. ഒരുപാട് സ്ഥലത്ത്, കോഴിക്കോട്, തിരുവനന്തപുരത്ത്, കണ്ണൂർ, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ, കാസർഗോഡ്, ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ റിക്രൂട്ട്മെന്റിന് പോയി ഈ ആർമിയുടെ. അപ്പോൾ അവിടെയൊക്കെ പോയിട്ടാകുമ്പം ടെസ്റ്റൊക്കെ പാസ്സായ ഫിസിക്കലിൻ്റെ ഒരു പ്രശ്നം വന്നുകൊണ്ട് എല്ലാത്തിനും തന്നെ ഔട്ടാക്കി. അപ്പം അന്ന് മുതലേ ഈ ഒരു രാജ്യസേവനത്തോട് ഒരു വലിയ താല്പര്യമായിരുന്നു. ഒരു പട്ടാളക്കാരനാണെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു എനിക്ക്. ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കത് സാധിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. പിന്നെ അതിനോടുള്ളൊരു താല്പര്യപ്രകാരം കൊണ്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു മേഖലയായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ നിന്നു. ഈ ഒരു പട്ടാളം എന്നില്ല ഒരു രീതിയിൽ തന്നെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തറച്ചു നിന്നു. അപ്പോൾ അതിനെപ്പറ്റിയിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ശേഖരിച്ചു. ആദ്യം തന്നെ ഒരു യുദ്ധങ്ങളെ കുറിച്ചുള്ള ആൽബങ്ങളാണ് ആദ്യം ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ആദ്യം ഉണ്ടാക്കിയ കാർഗിൽ കുവൈത്ത് യുദ്ധത്തിനെ കുറിച്ച് 1990 കുവൈത്ത് യുദ്ധത്തിന്റെ ആൽബം തൊട്ടാണ് ഇങ്ങോട്ട് ഇങ്ങനെയുള്ള ഒരു സംരംഭത്തിലേക്ക് എത്തിയത്. സൈനികരുടെ വിവിധ യൂണിഫോമുകൾ, AK-47 അടക്കം വിവിധ തോക്കുകളുടെയും പിസ്റ്റളുകളുടെയും മാതൃകകൾ, വിവിധ തരം ബാഗുകൾ, മരുഭൂമിയിൽ ഉപയോഗിക്കുന്ന പ്രത്യേക തരം വാട്ടർ ബോട്ടിലുകൾ, ബെൽറ്റുകൾ, പുതപ്പ്, അപകടത്തിൽപ്പെടുന്ന സൈനികരെ തിരിച്ചറിയാനുള്ള സൈനിക ടാഗുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, മെസ്റ്റിൻ പാത്രങ്ങൾ, വിവിധ തരം ബൂട്ടുകൾ, റെയിൻകോട്ട്, നൈറ്റ് ഡ്രസ്, വിവിധ സ്ഥാനചിഹ്നങ്ങൾ, യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തുടങ്ങിയവയെല്ലാം ഇവിടെയുണ്ട്. മാത്രമല്ല യുദ്ധസംബന്ധമായ വാർത്തകളും ചിത്രങ്ങളും ശേഖരിച്ച് മധു ഒരു ആൽബവും തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പലതരം മ്യൂസിയങ്ങളുണ്ടെങ്കിലും വീട്ടിലൊരുക്കിയ വാർ മ്യൂസിയം മറ്റെങ്ങും ഉണ്ടാവില്ലെന്ന് മധു പറയുന്നു. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് അറിവ് പകരുകയാണ് ഇതിന്റെ ലക്ഷ്യം. 2 വർഷം മുമ്പ് ചെന്നൈയിലെ മദ്രാസ് റെജിമെന്റ് ആസ്ഥാനത്ത് പോകാൻ മധുവിനും കുടുംബത്തിനും അവസരം ലഭിച്ചിരുന്നു. അവിടെ കണ്ട മ്യൂസിയമാണ് സമാനമായ ഒരെണ്ണം വീട്ടിലൊരുക്കാൻ പ്രേരണയായത്. ഈ മ്യൂസിയം ഇവിടെ ഇപ്പം ഉള്ളത് തന്നെ മാധ്യമങ്ങളൊക്കെ പറയുന്ന പറഞ്ഞാല് ഈ ഇന്ത്യയിൽ തന്നെ ഞാൻ മാത്രമേ ഇങ്ങനെ ഒരു മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളൂ. അതായത് വ്യക്തി എന്ന രീതിയിൽ ഇതിനോടുള്ള താല്പര്യം കൊണ്ട് ഞാൻ മാത്രമേ നിർമ്മിച്ചിട്ടുള്ളൂ. അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മോട്ടിവേഷൻ മേജർ സാർ തന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു ഗണ്ണ് ഇതുപോലെ DP ഗണ്ണ് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ കോഴിക്കോട് TA ബറ്റാലിയനിലെ കമാൻഡിങ് ഓഫീസർ നവീൻ മജീദ് സാറ്, അതുപോലെ നമ്മളെ മനേഷ് സാറ്, സുബേദാർ മേജർ മനേഷ് സാറ്, പിന്നെ അങ്ങനെ പ്രമുഖ വ്യക്തികളൊക്കെ ഈ വീട്ടിൽ ഇത് സന്ദർശിക്കുകയും ഞങ്ങൾക്കൊരു അനുമോദനമൊക്കെ ഈ വീട്ടിൽ വന്ന് തരികയും ചെയ്തിട്ടുണ്ട്. സൈനിക ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചാണ് മ്യൂസിയത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തത്. വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റുമാണ് യൂണിഫോമുകളും മറ്റു സാമഗ്രികളും ശേഖരിച്ചത്. ഇതിനകം 3 ലക്ഷം രൂപയോളം ഇതിനായി ചെലവഴിച്ചു. മ്യൂസിയത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് ചിലർ ഇപ്പോൾ സാധനങ്ങൾ എത്തിച്ചു നൽകുന്നുണ്ട്. ഇതൊക്കെ വീട്ടിലെ സാധനങ്ങളൊക്കെ നമ്മൾ റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരെ കണ്ടിട്ടും അവരെ കളക്ട് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ എത്തിച്ചത്. അപ്പം എല്ലാവരും ഇത് കൊടുക്കൂല. ഇപ്പം മെഡൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ എനിക്ക് ഇതിനോടുള്ളൊരു താല്പര്യം കണ്ടത് അവർക്ക് അത് ഒരു വലിയ സന്തോഷം തോന്നി. എനിക്ക് ഇതിനോടുള്ളൊരു താല്പര്യം ഉള്ളത് കൊണ്ട്. അപ്പൊ അങ്ങനെ തന്നെ എല്ലാവരും അവര് സൂക്ഷിച്ചു വെക്കുന്ന മെഡൽ പോലും എനിക്ക് ഇത് തന്നിട്ടുണ്ട്. മധുവിന്റെ വാർ മ്യൂസിയം കാണാൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ഇവിടെ എത്തുന്നത്. മേജർ രവി, ശൗര്യചക്ര ഹവിൽദാർ PV മനേഷ് തുടങ്ങിയവരും ഇവിടെ വന്നിട്ടുണ്ട്. വീട്ടിലൊരുക്കിയ മ്യൂസിയത്തിന് പരിമിതികൾ ഉള്ളതിനാൽ കാസർഗോട്ട് ഒരു സ്ഥിരം മ്യൂസിയമാണ് മധുവിന്റെ ഇനിയുള്ള സ്വപ്നം.